ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. ആ വീഡിയോയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് PDF വായിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം PDF വായിക്കുക. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യാം. അതേപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി പോൾസായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. 2024 PSC ചോദിച്ചതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള CS മാത്രമേ ഇടുന്നുള്ളൂ. അത് നമ്മൾ CAയുടെ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് പോൾസായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫിസിക്സിൻ്റെ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സൗരയൂഥം ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിന്റ്സ് എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സൂര്യൻ, അതുപോലെ തന്നെ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ. അപ്പോൾ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ സൂര്യനും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ഒക്കെ ചേർന്നതാണ് എന്ത് സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ ഇതെല്ലാം ഉണ്ട്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? സൂര്യനാണ്. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത്. ഇനി സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ആര്? സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് ആരാ? കോപ്പർനിക്കസ് ആണ്. ഇനി സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇനി ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇനി ഈ നക്ഷത്രങ്ങൾ വലിയ തോതിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നവയാണ്. വലിയ തോതിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നവയാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് എന്ത്? ഗാലക്സികൾ. കുറേ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെ നമ്മൾ ഗാലക്സി എന്ന് പറയാം. അങ്ങനെ ഈ സൗരയൂഥം ഉൾപ്പെട്ടിട്ടുള്ള ഗാലക്സിയെ നമ്മൾ മിൽക്കി വേ, ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നക്ഷത്രം എന്ന് പറഞ്ഞാൽ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ്. ഇങ്ങനെ കുറേ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗാലക്സികൾ എന്ന് വിളിക്കുക. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. ഇനി കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോടാനുകോടി ഗാലക്സികൾ നമ്മൾ പറഞ്ഞു. സൗരയൂഥം ഉൾപ്പെട്ട ഗാലക്സിയാണ് ക്ഷീരപഥം. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ? കുറേ നക്ഷത്രങ്ങളുള്ള നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. ഇതുപോലെ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം, നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വാൽനക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിൽ അപൂർവമായെത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് പറയുന്നതാണ് വാൽനക്ഷത്രങ്ങൾ. ഈ പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് എന്ത് രൂപപ്പെടുന്നത്? വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ ഈ പോയിന്റ് പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ള പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനിടയ്ക്കാണ് കാണപ്പെടുക? ഇമ്പോർട്ടൻ്റ് ആണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഏതിനും ഇടയ്ക്കാണ് കാണുന്നതെന്ന് ചോദിക്കും. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്കാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ. ഇപ്പോൾ സൂര്യന് ചുറ്റി ഗ്രഹങ്ങളുണ്ട്, അതേപോലെ തന്നെ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാളും ചെറുതും ഗോളാകൃതിയിലുള്ളതുമായിട്ടുള്ള വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. കുള്ളൻ ഗ്രഹങ്ങൾ. ഇനി
ഉൽക്കകൾ എന്താണ്? ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നുമാണ് ഉൽക്കകൾ വരുന്നത്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് എന്ത്? ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇനി രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നറിയപ്പെടാറുണ്ട്. ഇത് പഠിച്ചു വയ്ക്കുക. കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നത് ആരാ? ഉൽക്കകളാണ്. കാരണം കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് കാണപ്പെടുള്ളൂ. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് ആകാശത്ത് കാണപ്പെടും. എന്നിട്ട് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇവ കത്തിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇവയെ കൊള്ളിമീനുകൾ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഗ്രഹങ്ങളും ഉണ്ട്, ഉപഗ്രഹങ്ങളും ഉണ്ട്, ഇവയെ കൂടാതെ. അപ്പോൾ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങൾ. സ്വന്തമായിട്ട് കറങ്ങുന്നുമുണ്ട്, സൂര്യനെ ചുറ്റും കറങ്ങുന്നുമുണ്ട്. അങ്ങനെയുള്ള ആകാശഗോളങ്ങളെ നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയാം. പക്ഷെ നക്ഷത്രങ്ങളെ പോലെ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഈ നക്ഷത്രങ്ങൾക്ക് താപവും ഇതൊക്കെ പുറപ്പെടുവിക്കാൻ കഴിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രഹങ്ങൾക്ക് അതുപോലെ ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ചൂടും പ്രകാശവും ഒക്കെ കിട്ടുന്നത്. ചൂടും പ്രകാശവും ഒക്കെ സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി എന്താണ് ഭ്രമണപഥം? അതായത് നമ്മൾ പറഞ്ഞു സൂര്യനെ കറങ്ങിയിട്ട് സൂര്യനെ പരിക്രമണം ചെയ്ത് എന്തുണ്ട്? ഗ്രഹങ്ങളുണ്ട് അല്ലെ? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം ഈ കറങ്ങുന്ന ഈ ഒരു പാത, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഈ സഞ്ചാരപാതയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത് എന്താണ്? സൂര്യന് ചുറ്റുമുള്ള ഈ ആകാശഗോളങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഈ ഭ്രമണപഥം. അപ്പം ഇവർ സഞ്ചരിക്കുന്നത്, ഈ ഗ്രഹങ്ങൾ ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ്. കറക്റ്റ് ഇങ്ങനെ റൗണ്ട് അല്ല, ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് കറങ്ങുന്നത്. കണ്ടോ? ദീർഘവൃത്താകൃതി എലിപ്റ്റിക്കൽ പാത്തിലാണ് ഇവർ കിടന്ന് കറങ്ങുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാനായിട്ട്, ഈ ഗ്രഹങ്ങളെ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഗ്രഹവും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഗ്രഹങ്ങളെ അവയുടെ ഈ നിശ്ചിത ഭ്രമണപഥത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഈ ഗ്രഹങ്ങളും ഈ സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നതിനോടൊപ്പം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി കറങ്ങുന്നുമുണ്ട്. ഓക്കെ, അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് അത് സ്വയമായിട്ട് കറങ്ങുന്നുമുണ്ട്, സൂര്യനെ വലം വയ്ക്കുന്നതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇത് കറങ്ങുന്നത് ഏത് പാതയിലാണ്? ആ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ഒരു എലിപ്റ്റിക്കൽ പാത്ത് അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലാണ് ഈ ഗ്രഹങ്ങൾ കറങ്ങുന്നത്. ഇവയെ ഇങ്ങനെ കറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങളൊക്കെ സൂര്യന് ചുറ്റും കറങ്ങുന്നതിനോടൊപ്പം ഒരു സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ സ്വന്തമായി കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതും കൂടെ ഓർത്തിരിക്കാം. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നു. ഇനി ഈ ഗ്രഹത്തിന് ചുറ്റും എന്ത് കറങ്ങുന്നുണ്ട്? ഈ ഗ്രഹത്തിന് ചുറ്റും എന്ത് കടന്ന് കറങ്ങുന്നുണ്ട്? ഉപഗ്രഹങ്ങൾ കടന്ന് കറങ്ങുന്നുണ്ട്. ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? ഉപഗ്രഹങ്ങൾ. ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്നവരാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുക. ഇനി ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും കറങ്ങുന്നവർ. ഇനി എന്താണ് നക്ഷത്രമാസം? നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എത്ര സമയം വേണം? ഒരു തവണ വലം വയ്ക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 27.3 അല്ലെങ്കിൽ 27.1/3 ദിവസമാണ്. 27.3 ദിവസമാണ്. ഇതിനെയാണ് നമ്മൾ നക്ഷത്രമാസം എന്ന് വിളിക്കുക. നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? ഏകദേശം 27.3 ദിവസമാണ്. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളെ പറ്റി പഠിക്കാം. നമ്മൾ പറഞ്ഞു 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. പക്ഷേ 9 ഗ്രഹങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലൂട്ടോയെ നമ്മൾ ഗ്രഹങ്ങളുടെ പദവിയിൽ നിന്ന് മാറ്റി. പ്ലൂട്ടോയെ 2006. അപ്പോൾ മുമ്പ് 9 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രണ്ണേ ഉള്ളൂ? 8 ഗ്രഹങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഈ ഓർഡർ തന്നിരിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ചുള്ള ഓർഡറാണ് കേട്ടോ. സൂര്യനിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രൻ, പിന്നെ ഭൂമി, പിന്നെ ചൊവ്വ,
പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. കണ്ടോ? അപ്പോൾ ഈ തന്നിട്ടുള്ളത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ ഓർഡറാണ്. സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ ഓർഡറിലാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആരായിരിക്കും? ഭൂമിയാണ്. കണ്ടോ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആള് ബുധനാണ്. അപ്പോൾ ഈ ബുധൻ എന്തില്ല? ഉപഗ്രഹങ്ങളില്ലാത്തതാണ് ബുധൻ. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. പരിക്രമണ വേഗത ഏറ്റവും കൂടുതൽ ആർക്കാ? ബുധനാണ്. അപ്പോൾ ബുധൻ എന്ന് പറഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന, അപ്പോൾ അതിന് പരിക്രമണ വേഗത കൂടുതലാണ്. ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ശുക്രൻ എന്ന് പറഞ്ഞാലോ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹം, ചൂട് കൂടിയ ഗ്രഹം, ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ശുക്രനാണ്. തിളക്കമുള്ള ഗ്രഹം, ചൂട് കൂടിയ ഗ്രഹം, ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതിനും എന്തില്ല? ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് ആരൊക്കെ? ബുധനും ശുക്രനും. ഇനി ശുക്രൻ ഭ്രമണം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാ? ശുക്രനാണ്. ഇനി വർഷത്തെക്കാളും ദിനങ്ങൾക്കാണ് ഇവിടെ ദൈർഘ്യം കൂടുതൽ. പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹവും ഏതാ? ശുക്രനാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് പഠിച്ചേക്കുക. ഈ ഭൂമിയെ പറ്റി നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ജസ്റ്റ് ഇത് നോട്ട് ചെയ്യുക. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഏത്? ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ഇനി ചൊവ്വ എന്ന് പറഞ്ഞാൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. ചുവന്ന ഗ്രഹം. അപ്പോൾ ഈ ചുവപ്പ് നിറത്തിന് കാരണം അയേൺ ഓക്സൈഡാണ്. ഇതിൻ്റെ ഉപരിതലത്തിലുള്ള അയേൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. അതേപോലെ തുരുമ്പിച്ച ഗ്രഹം എന്നും അറിയപ്പെടുന്നു. തുരുമ്പിച്ച ഗ്രഹം, ഫോസിൽ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഫോബോസും ഉണ്ട്, അതുപോലെ തന്നെ ഡീമോസും ഉണ്ട്. ഫോബോസ് എന്ന ഉപഗ്രഹം അപ്പോൾ ഏതിൻ്റെയാന്ന് ചോദിച്ചിട്ടുണ്ട്? ചൊവ്വയുടെയാണ്. ഇനി സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ് എന്ന് പറയുന്നത്. ഈ ഫോബോസ് ചൊവ്വയുടെ വലിയ ഉപഗ്രഹമാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണ്, ഫോബോസും ഡീമോസും. അതിലെ ചൊവ്വയുടെ വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാ? ഫോബോസ് ആണ്. ഇനി ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ് ആണ് കേട്ടോ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏതാ? ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്ന് അറിയപ്പെടുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഇനി വ്യാഴം. അപ്പം നമ്മൾ പറഞ്ഞു ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാ? ചൊവ്വയാണ്. എന്നാൽ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഏതിലാ? വ്യാഴത്തിലാണ്. അപ്പം ഇത്രയും കാര്യം വ്യാഴത്തിൻ്റെയാണ്. ഇത് മൊത്തം വ്യാഴത്തിൻ്റെയാണ്. അതേപോലെ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യമാണ് ഏതിൻ്റെ ഉള്ളത്? ബുധൻ്റെ ഉള്ളത്. ഇത് മൊത്തം ശുക്രൻ്റെയാണ്. ഇത് ഇത്രയും നമ്മൾ ചൊവ്വയുടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാനുള്ളത്? വ്യാഴം എന്ന് പറഞ്ഞാൽ പലായന പ്രവേഗം ഏറ്റവും കൂടുതലാണ്, ഏറ്റവും വലിയ ഗ്രഹമാണ്, ഭ്രമണ വേഗതയും ഏറ്റവും കൂടുതലാണ്. പലായന പ്രവേഗം കൂടുതൽ, ഏറ്റവും വലിയ ഗ്രഹമാണ്, ഭ്രമണ വേഗതയും ഏറ്റവും കൂടുതൽ ആർക്കാ? വ്യാഴത്തിനാണ്. ഇനി വ്യാഴത്തിന് സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം 12 വർഷമാണ്. അതിനെ നമ്മൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയും. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. വ്യാഴം സൂര്യനെ വലം വെക്കാൻ 12 വർഷം എടുക്കുന്നു. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രി ഇതിനുള്ളൂ. കാരണം ഇതിൻ്റെ ഭ്രമണവേഗത കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ളത് ആർക്കാ? വ്യാഴത്തിനാണ്. ഇനി വ്യാഴത്തിന് കുറേ ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ വ്യാഴത്തെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർത്ത് ചെറു സൗരയൂഥം എന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. വ്യാഴത്തെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ചെറു സൗരയൂഥം.
ഇനി ശനി എന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. ശനിക്ക് ചുറ്റും എന്ത് കാണപ്പെടുന്നുണ്ട്? വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈറ്റൻ അറിയപ്പെടുന്നത് ഭൂമിയുടെ അപരൻ എന്നാണ്. ഭൂമിയുടെ അപരൻ എന്നാണ് ടൈറ്റൻ അറിയപ്പെടുന്നത്. ഇനി ശനിയാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ്. ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്. അതുപോലെ തന്നെ വലുപ്പത്തിൽ 2ാം സ്ഥാനം നമ്മൾ പറഞ്ഞു. സാന്ദ്രത ഏറ്റവും കുറവുള്ള ഗ്രഹം ചോദിച്ചിട്ടുള്ളതാണ്. സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശനിക്കാണ്. അതേപോലെ തന്നെ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത്, വെളുത്ത പൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? വ്യാഴത്തിലാണ്. വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ്. വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ശനിയിലാണ്. അപ്പോൾ അത്രയും പഠിച്ചു വയ്ക്കുക. ഇനി യുറാനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. ടെലിസ്കോപ്പിലൂടെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാണ് യുറാനസ്. യുറാനസ് കണ്ടുപിടിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വില്യം ഹെർഷലാണ്. വില്യം ഹെർഷലാണ് യുറാനസ് കണ്ടുപിടിച്ചത്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ്. പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നു. സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയം 84 വർഷമാണ്. പഴയ CRTയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ സൂര്യനെ വലം വെക്കാൻ യുറാനസ് എടുക്കുന്നത് 84 വർഷം. 84 വർഷമാണ്. വില്യം ഹെർഷലാണിത് കണ്ടുപിടിച്ചതെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ഇനി നെപ്റ്റ്യൂൺ ആണെങ്കിലോ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നു. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഇത് ഏത് നിറത്തിലാണ് കാണപ്പെടുക? നീല നിറത്തിൽ കാണപ്പെടുന്നത്. നീല നിറത്തിലാണ് ഇത് കാണപ്പെടുക. എന്നാൽ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. പക്ഷെ നീല കളറിൽ കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു. ഇനി പരിക്രമണ വേഗത ഇതിന് കുറവാണ്. പരിക്രമണ വേഗത അതുകൊണ്ട് ഇതിന് കുറവാണ്. അപ്പോൾ സൂര്യനോട് അടുത്തുള്ള ആളാരാ? ബുധൻ. അതിനാണ് പരിക്രമണ വേഗത ഏറ്റവും കൂടുതൽ. സൂര്യനോട് അകന്ന് നിൽക്കുന്ന ആൾക്ക് പരിക്രമണ വേഗത ഏറ്റവും കുറവായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലാണ് വലിയ കറുത്ത പൊട്ട്. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത് ഏതിലാണ്? നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂണിലാണ് വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചുവന്ന പൊട്ട് വ്യാഴത്തിൽ, വെളുത്ത പൊട്ട് ശനിയിൽ, കറുത്ത പൊട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നെപ്റ്റ്യൂണിൽ. ഇനി നെപ്റ്റ്യൂണിൻ്റെ വലിയ ഉപഗ്രഹം. ഓക്കെ, നെപ്റ്റ്യൂണിൻ്റെ വലിയ ഉപഗ്രഹം ഏതാ? നെപ്റ്റ്യൂണിൻ്റെ വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ. ടൈറ്റൻ അല്ല, ട്രൈറ്റൻ. ട്രൈറ്റൻ എന്ന് പറയും. ടൈറ്റൻ എന്ന് പറയുന്നത് ശനിയുടെയാണ്. ഇത് ട്രൈറ്റൻ. ട്രൈറ്റൻ എന്നാണ് പറയുന്നത്. ഇത് നെപ്റ്റ്യൂൺ ആണെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഗ്രഹങ്ങളെ പറ്റി ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിരിക്കുക. ഇനി അതേപോലെ ഈ ഗ്രഹങ്ങളിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞു സൂര്യനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഓർഡർ പറഞ്ഞത്. ഇനി ഇതിൻ്റെ വലിപ്പം ഇവിടെ എഴുതുകയാണ്. ഇതിൻ്റെ വലിപ്പത്തിൻ്റെ ഓർഡർ, വലിപ്പം ഏറ്റവും വലിയ ഗ്രഹം ഏതാ? ഏറ്റവും വലുത് വ്യാഴമാണ് അല്ലേ? ഏറ്റവും വലുത് വ്യാഴമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാണ്. പിന്നെ ആരാ? യുറാനസ് ആണ്. യുറാനസ്. പിന്നെ നെപ്റ്റ്യൂൺ. യുറാനസ്, നെപ്റ്റ്യൂൺ. പിന്നെ ഭൂമിയാണ്. പിന്നെ ആരാ? ശുക്രൻ. ശുക്രനാണ് വരുന്നത്. പിന്നെ ചൊവ്വ, ബുധൻ. പിന്നെ ചൊവ്വ, ബുധൻ. ഇതെന്തിൻ്റെ ഓർഡറാണ്? വലുപ്പത്തിൻ്റെ ഓർഡറാണ് കേട്ടോ. വലുപ്പം ഏറ്റവും കൂടുതൽ വ്യാഴത്തിന്, ഏറ്റവും കുറവ് ബുധന്, ഏറ്റവും കുറവ് ബുധനുമാണ്. ഇനി ഭൗമഗ്രഹങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ആയിട്ട്. ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഭൗമഗ്രഹങ്ങളെ നമ്മൾ അന്തർഗ്രഹങ്ങൾ എന്നും കൂടെ പറയാറുണ്ട്. അന്തർഗ്രഹങ്ങൾ എന്നുകൂടെ പറയാറുണ്ട്. ഏതൊക്കെയാണ് ഭൗമഗ്രഹങ്ങൾ? ചൊവ്വ, ബുധൻ. പിന്നെ ഭൗമം എന്ന് പറയുമ്പോൾ ഭൂമി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചൊവ്വ, ബുധൻ, ഭൂമിയും ശുക്രനുമാണ് ഭൗമഗ്രഹങ്ങൾ. അന്തർഗ്രഹങ്ങൾ എന്ന് പറയും. അപ്പോൾ ബാഹ്യഗ്രഹങ്ങൾ ഏതൊക്കെയായിരിക്കും? ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വരാത്ത ബാക്കിയുള്ള 4 ആരൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് എന്ത്? ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ബാഹ്യഗ്രഹങ്ങൾ. അപ്പോൾ അത്രയും പഠിച്ചിരിക്കാം. ഇനി നമുക്ക് ഭൂമിയെ പറ്റി നോക്കാം. എന്താ? സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായിട്ടുള്ള ഒരു ഗോളാകൃതിയാണ് ഉള്ളത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. ഇനി ധ്രുവങ്ങൾ അല്പം പരന്നതും, അപ്പോൾ ഗോളാകൃതിയാണ് ഏകദേശം ഉള്ളത്. പക്ഷെ ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതും, ഇതിൻ്റെ മോൾ ഭാഗം, ഈ ധ്രുവഭാഗം ഇച്ചിരി പരന്നതും ഇവിടെ ഇച്ചിരി വീർത്തതുമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. അങ്ങനത്തെ ഒരു ഗോളാകൃതിയാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ജിയോയിഡ് എന്നാണ്. അപ്പോൾ ഈ ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ ഭൂമിയുടെ ആകൃതി ഏതാ? ജിയോയിഡ് ആണ്. ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് കേട്ടോ.
ഓക്കെ, നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഓക്കെ, ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാ? ഭൂമി. ഒരേ ഒരു ഉപഗ്രഹമുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി ഭൂമിയെ പറ്റി പറയുന്നതാണ്. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു എന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആര്യഭടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോളാകൃതിയാണ്, സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തകരായിട്ടുള്ള തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിലും ഒക്കെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിൻകാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയിൽ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം ആര്യഭടനാണ് ഗോളാകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിനൊക്കെ ഗോളാകൃതിയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയിൽ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കപ്പെട്ടു. പിന്നെ ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിനൊരു ഗോളാകൃതിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടുമ്പോൾ മറ്റേ ഭാഗത്ത്, അതായത് സൂര്യനെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് വെളിച്ചം കിട്ടും. അപ്പോൾ മറ്റേ ഭാഗം എന്തായിരിക്കും? ഇരുട്ടായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ ഈ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഭ്രമണം മൂലമാണ് എന്തനുഭവപ്പെടുന്നത്? രാത്രിയും പകലും അനുഭവപ്പെടുന്നത് എന്ത് മൂലമാണ്? ഭ്രമണം മൂലമാണ്. അപ്പോൾ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് എന്ത്? ഭ്രമണം. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് ഈ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് പകലായിരിക്കും, അപ്പുറത്തെ ഭാഗത്ത് എന്തായിരിക്കും? ഇരുട്ടായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഈ രാവും പകലും മാറി മാറി വരാൻ കാരണം ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ നമ്മൾ ഭ്രമണം എന്ന് വിളിക്കും. ഭ്രമണമാണ് രാത്രി ഉണ്ടാവാനും പകലുണ്ടാവാനും കാരണം. അപ്പോൾ ഇനി ഇത് പഠിക്കുക. ഭൂമി ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതിനാലാണ് സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇനി ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര വേണം? 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. കറക്റ്റ് 24 മണിക്കൂറല്ല, 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ, പഠിച്ചിരിക്കുക. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പരിക്രമണം എന്ന് പറയും. അപ്പോൾ ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്, അത് ഭ്രമണം. അതേപോലെ തന്നെ ഈ ഭൂമി ഇവിടെ സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പരിക്രമണം എന്ന് വിളിക്കും. പരിക്രമണം. അപ്പം അങ്ങനെ ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 265 ദിവസം വേണം. ഓക്കെ, 365 കാല് ദിവസമാണ് ഒരു തവണ ഇങ്ങനെ സൂര്യനെ സഞ്ചരിക്കാനായിട്ട് വേണ്ടത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഭ്രമണം മൂലമാണ് എന്തനുഭവപ്പെടുന്നത്? രാത്രിയും അതുപോലെ തന്നെ പകലും ഉണ്ടാവാൻ കാരണം ഭ്രമണമാണ്. പരിക്രമണം മൂലമാണ് എന്തുണ്ടാവുന്നത്? പരിക്രമണം മൂലമാണ് ഋതുക്കൾ ഉണ്ടാവുന്നത്. ഋതുക്കൾ പരിക്രമണം ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. പരിക്രമണം ചെയ്യാൻ എത്ര വേണ്ട സമയം? 365 1/4 ദിവസം. 365 1/4 ദിവസം. ഇവിടെയാണെങ്കിൽ 23 മണിക്കൂർ വേണം, 56 മിനിറ്റ് വേണം, 4 സെക്കൻഡ് വേണം ഒരു പരിക്രമണത്തിന്. അതാണ് ഒരു ദിവസം. ഇതാണ് ഒരു വർഷം. ഇതിനെ നമ്മൾ ഒരു ദിവസം എന്ന് പറയും. ഇതിനെ നമ്മൾ ഒരു വർഷം എന്ന് പറയും. ഓക്കെ, അപ്പോൾ പരിക്രമണം കാരണമാണ് എന്തുണ്ടാവുന്നത്? ഋതുക്കൾ ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടാൻ കാരണം. ഓക്കെ, അപ്പോൾ സൗരയൂഥം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വളരെ കുറച്ചായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്.
PSC ചോദിക്കാറുണ്ട് പ്രീവിയസ് ആയിട്ട്. അപ്പോൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ SCRTയിലുള്ള എല്ലാ ഫാക്റ്റും എടുത്തിട്ടുള്ള ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ എല്ലാ പോയിൻറ്സും വിടാതെ പഠിക്കുക. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സാണ്, ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പലായന പ്രവേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പെരിഹീലിയൻ, എപ്പിഹീലിയൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി ചലനം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.